വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ലേൺ ചാനലിൻ്റെ അടുത്ത ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുകയാണ്. കിങ്ഡം, ഫഞ്ചൈ ഓർ ഫംഗി എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് ആ ടോപ്പിക്കിലേക്ക് കടക്കാം. കേട്ടറ്റിനും HSAക്കും സ്ഥിരമായിട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് കിങ്ഡം, ഫഞ്ചൈയെക്കുറിച്ച് നോക്കാം. കുറച്ച് കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്തൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് മൈക്കോളജി എന്താണ് അല്ലേ. ഇതൊരു ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്. സ്റ്റഡി ഓഫ് ഫംഗസ് ആണ് മൈക്കോളജി എന്ന് പറയുന്നത്. പേരുമായിട്ട് ഒരു സാമ്യം ഇല്ലാത്തൊരു കാര്യമാണ്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിന് ചോദിക്കാറുണ്ട്. മൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഫംഗസ്. ദെൻ അടുത്ത പോയിന്റ് എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. മോസ്റ്റ് ഓഫ് ദം ആർ മൾട്ടി സെല്ലുലാർ ആണ്. മൾട്ടി സെല്ലുലാർ എന്ന് പറഞ്ഞാൽ മോർ ദാൻ വൺ സെല്ല് അവരുടെ ബോഡിയിലുണ്ട് എന്നാണ് പറയുക അല്ലേ. മൾട്ടി സെല്ലുലാർ ആണ് ഫംഗസ്. അതിലൊരു എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഈസ്റ്റ് എന്ന് പറയും. നമുക്കറിയാം, നമ്മൾ ബ്രെഡ് ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഈ എഡിബിൾ ആയിട്ടുള്ള സാധനങ്ങളിൽ പൊങ്ങി വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈസ്റ്റ് അല്ലേ. ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് ഈസ്റ്റ്. ഈസ്റ്റ് ഒരു ഫംഗസ് ഫാമിലിയിലെ മെമ്പറാണ്. പക്ഷെ അത് മാത്രം എന്താണ്? യൂണിസെല്ലുലാർ ആണ്. അപ്പോൾ എക്സെപ്ഷണൽ കേസാണ്, അതുകൊണ്ട് അത് ഓർത്തിരിക്കണം. ഈസ്റ്റ് യൂണിസെല്ലുലാർ ആണ്. ബാക്കി എല്ലാ ഫംഗസും എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. മോർ ദാൻ വൺ സെല്ല് അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കുന്നു. യൂകാരിയോട്സ് എന്ന് പറഞ്ഞാൽ എന്താ? വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള, നമുക്ക് ക്ലിയർ ആയിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ന്യൂക്ലിയസ് എന്തിൻ്റെ ബോഡിയിലുണ്ട്? ഫംഗസിൻ്റെ ബോഡിയിലുണ്ട്. ദെൻ ഹെട്രോടോപിക് ന്യൂട്രീഷൻ അല്ലേ. ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസം ഫോർ ദെയർ ഫുഡ്. ഹെട്രോടോപിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ഡിപ്പെൻഡ് അതർ ഓർഗാനിസം ഫോർ ദെയർ ഫുഡ്. അപ്പോഴെന്താണ്? സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ എന്താണ്? ഫംഗസിന് കഴിയില്ല. അതെന്തുകൊണ്ടാണ്? ക്ലോറോഫിൽ ഉണ്ടെങ്കിലാണ് എന്ത്? ഓട്ടോട്രോപ്സ് ആകുന്നത് അല്ലേ. ഓട്ടോട്രോപ്സ് ആണെങ്കിൽ ക്ലോറോഫിൽ ഉണ്ടായിരിക്കും. അവർ സ്വയമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും, സ്വയമായിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നവരാണ് ഓട്ടോട്രോപ്സ്. ഫംഗസ് എന്താണ്? ഹെട്രോട്രോപ്സ് ആണ്. ഹെട്രോട്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫുഡിന് വേണ്ടിയിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ക്ലോറോഫിൽ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റ് അവിടെ ആബ്സെൻ്റ് ആണ്. അപ്പോൾ ഫംഗസിൻ്റെ ബോഡിയിലുള്ള ആബ്സെൻ്റ് ആയ പിഗ്മെൻറ്റ് ഏതാണ്? ക്ലോറോഫിൽ. ഹരിതകം എന്ന് പറയുന്ന സാധനം ഫംഗസിൻ്റെ ബോഡിയിൽ ഇല്ല. അടുത്ത പോയിൻ്റാണ് പാരസൈറ്റിക് ആൻഡ് സാപ്രോഫൈറ്റിക്. പാരസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള ഒരു ജീവിയിൽ കയറി നിന്നിട്ട് അതിനെ ആശ്രയിച്ചിട്ട് ജീവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പാരസൈറ്റിക് എന്ന് പറയുന്നത് അല്ലേ. പാരസൈറ്റ് ആണെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ബോഡിയിലായിരിക്കും ഉണ്ടാകുന്നത്. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കണം, ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റേഴ്സിൽ ഉണ്ടാകുന്നതാണ്. പാരസൈറ്റിക് ഫംഗസിന് ഒരു എക്സാമ്പിളാണ് പക്സീനിയ എന്ന് പറയുന്നത്. ഈ പൂപ്പലുമായിട്ട് ഒരു സാധനമാണ് പക്സീനിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫംഗസിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും ഓർമ്മ വരേണ്ട ഒരു കാര്യമാണ് മഷ്റൂം ഇൻക്ലൂഡഡ് ഇൻ ദ ഫംഗസ് ഫാമിലി. അപ്പം നമ്മൾ ഏതാണ്ട് ഇത്രയും ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതിൽ 3 ഫംഗസിനെ കുറിച്ച് പറഞ്ഞു. ഈസ്റ്റ്, പക്സീനിയ, മഷ്റൂം. ഓർത്ത് വെക്കണം. ഇതൊക്കെ അപ്പം അതിൻ്റെ ഫംഗസിൻ്റെ ഫാമിലിയിലുള്ളതിന് എക്സാമ്പിൾസ് ആണ്. അടുത്തത് നമ്മൾ അതിൻ്റെ ബോഡിയെക്കുറിച്ചൊന്ന് നമുക്ക് നോക്കാം. ഹൈഫേ എന്ന് പറഞ്ഞാൽ ബോഡി കൺസിസ്റ്റ് ഓഫ് ലോങ് സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. നിങ്ങൾക്ക് കാണാം അല്ലേ, പിക്ചർ കാണിച്ചിട്ടുണ്ട്. ബോഡി ലോങ് ആണ്, ഇത്തിരി നീളത്തിലാണ്, ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. എന്താണ് മൈസീലിയം എന്നാണ് ഒരു പക്ഷേ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത്. മൈസീലിയം എന്താണ്? നെറ്റ്വർക്ക് ഓഫ് ഹൈഫേക്ക് പറയുന്ന പേരാണ് മൈസീലിയം. അതായത് ഈ നൂല് പോലുള്ള സ്ലെൻഡർ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടി ചേർന്നൊരു നെറ്റ്വർക്ക് പോലെ നിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? മൈസീലിയം. അപ്പം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ എന്തിൻ്റെയാണ്? മൈസീലിയം എന്നുള്ള സാധനമാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പിക്ചർ. ഐഫ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ത്രെഡാണ്. ഒരു ത്രെഡ്, ചെറിയൊരു കുഞ്ഞ് ത്രെഡിനെ കുറച്ച് കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഫേ എന്ന് പറയുന്നത്. അപ്പോഴേക്കും അതെന്തായി? പ്ലൂരലായി. ദെൻ വീണ്ടും അതെന്തായി? അത് കൂടിച്ചേരുമ്പോൾ നമ്മൾ അതിനെ എന്ത് പറയുന്നു? മൈസീലിയം എന്ന് പറയുന്നു. മറക്കരുത്, ഹൈഫ കൂടിച്ചേർന്ന് ഹൈഫേ ഉണ്ടാകുന്നു, ഹൈഫേ കൂടിച്ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? മൈസീലിയം ഉണ്ടാകുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫംഗസിൻ്റെ യൂസസും അതിൻ്റെ ഹാംഫുൾ സൈഡുമാണ് നമ്മൾ നോക്കുന്നത്. യൂസസിൽ നോക്കൂ. ഫസ്റ്റ്, ബ്രൂയിങ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ബീർ മേക്കിംഗ്.
കുടിക്കുന്ന ബീർ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫംഗസിനെ യൂസ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ചേർക്കുന്നവരുണ്ട്. യൂസ്ഡ് ഇൻ ആൻറ്റിബയോട്ടിക്സിൽ എന്തുണ്ട്? ഫംഗസിനെ ചേർക്കുന്നുണ്ട്. പെൻസിലിൻ എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് പെൻസിലിൻ എന്ന് പറയുന്ന മരുന്ന് പെൻസിലിയം നൊട്ടേക്ട് എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് ഉണ്ടാക്കിയെടുത്തത്. നമ്മളുടെ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക്കാണ് പെൻസിലിൻ, അല്ലേ? അപ്പോൾ ആ ഫംഗസ് പെൻസിലിയം നൊട്ടേക്ട് എന്ന് പറയുന്ന ഫംഗസിൽ നിന്നാണ് നമ്മൾ എന്ത് മരുന്നുണ്ടാക്കുന്നത്? പെൻസിലിൻ എന്ന് പറയുന്ന മരുന്നുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് യൂസ്ഡ് ഇൻ ആൻറ്റിബയോട്ടിക്സ് എന്നുള്ള ഒരു പോയിന്റ് അവിടെ വന്നത്. ദെൻ എഡിബിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു മഷ്റൂംസ് ഇതിൻ്റെ ഗ്രൂപ്പിലുള്ളതാണെന്ന്. അപ്പോൾ എഡിബിൾ ആണ്, മഷ്റൂംസിനെ നമ്മൾ കഴിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ആ ഒരു പോയിന്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എഡിബിൾ എന്നുള്ളത്. എഡിബിൾ ഫംഗസിന് എക്സാമ്പിളാണ് മഷ്റൂംസ്. ഇത്രയുമാണ് ഇതിൻ്റെ യൂസസ്. ഇനി നമുക്ക് അതിൻ്റെ ഹാംഫുൾ സൈഡ് കൂടി ഒന്ന് നോക്കാം. സം ഓഫ് ദം ആർ പത്തോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസ് കോസിങ് ആണ്. നമ്മൾക്ക് എന്തെങ്കിലും രോഗമുണ്ടാക്കുന്ന രോഗകാരികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പത്തോജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സം ഓഫ് ദം, ഈ ഫംഗസ് ഗ്രൂപ്പിലെ ചില മെമ്പേഴ്സ് എന്താണ്? നമ്മൾക്ക് ഹാംഫുൾ ആണ്, അത് നമ്മൾക്ക് രോഗകാരികളായിട്ട് മാറും. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഫുഡ് പോയ്സണിങ് ആണ്. എന്താണ് കാരണം? ഈ അരിപ്പൊടിയിലൊക്കെ കാണുന്ന കറുത്ത പൂപ്പലുള്ള അരിപ്പൊടി നമ്മൾ യൂസ് ചെയ്യോ? ഇല്ല, നമ്മൾ അതിനെ കളയുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അത് ഒരു ഫംഗൽ അറ്റാക്ക് അവിടെ നടന്നു കഴിഞ്ഞു. ഇനി ആ സാധനം വെച്ച് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിച്ചാൽ നമ്മൾക്ക് ഫുഡ് പോയ്സൺ വരും. അതുകൊണ്ട് എന്താണ്, ചില മെമ്പേഴ്സ് അതിലെ ഫുഡ് പോയ്സണിങ്ങിന് കാരണമാകുന്ന മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ യൂസസും ഹാംഫുൾ സൈഡും കൃത്യമായിട്ട് രണ്ടും നോക്കി പഠിച്ചിരിക്കണം. 4 പോയിന്റ് അവിടെയും 2 പോയിന്റ് ഇവിടെയുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് റിവൈസ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ബയോളജിയുമായിട്ടുള്ള എന്ത് എക്സാം റിലേറ്റ് ചെയ്ത് നോക്കിയാലും ഈ 2 ക്വസ്റ്റ്യൻസ് ഇല്ലാണ്ട് ആ ഒരു പേപ്പർ കഴിയാറേ ഇല്ല. ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫംഗൈ. ഫംഗസും ആൽഗയും കൂടി തമ്മിലുണ്ടാകുന്ന സിംബയോട്ടിക് അസോസിയേഷനാണ്. അതായത് ഗുണകരമായിട്ടുള്ള ഒരു അസോസിയേഷനെ പറയുന്ന പേരാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. അതിലെ ആൽഗൽ പാർട്ടിനെ ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ പാർട്ടിനെ മൈക്കോബയോണ്ട് എന്നുമാണ് പറയുന്നത്. 2 കൂടി ചേർന്നിട്ടാണല്ലോ ഒരു അസോസിയേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതിലെ ആൽഗ കൊണ്ടുവരുന്ന പാർട്ടിനെ പറയുന്നത് ഫൈക്കോബയോണ്ട് എന്നും ഫംഗൽ പാർട്ടിനെ നമ്മൾ പറയുന്നത് മൈക്കോബയോണ്ട് എന്നുമാണ്. ആൽഗൽ പാർട്ടും ഫംഗൽ പാർട്ടും സിംബയോട്ടിക് അസോസിയേഷനിൽ ജോയിൻ ചെയ്തിട്ട് അത് ലൈക്കനായിട്ട് മാറുന്നു. ലൈക്കൻസ് എന്നുള്ള ആ ഒരു കാര്യം കൃത്യമായിട്ട് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക ലൈക്കൻസ്. ഇതിലെ ആൽഗൽ പാർട്ടാണ് എന്താണ് ഉണ്ടാക്കുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഫംഗസിനും കൂടി കിട്ടുകയാണ്. ഫംഗസിൽ ഹരിതകമില്ല, അതിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല, ഹെറ്ററോട്രോപ്സ് ആണ്. അപ്പോൾ ആൽഗെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ ഫംഗസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സിംബയോട്ടിക് അസോസിയേഷൻ ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഒരു ജീവിയായിട്ട് നിൽക്കുന്നത്, ലൈക്കൻസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് മൈക്കോറൈസ, അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഇതാണ് മൈക്കോറൈസ എന്ന് പറയുന്നത്. അസോസിയേഷൻ ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട് ഓഫ് ദ ഹയർ പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ പോയിട്ട് ഫംഗസ് പിടിച്ചിട്ടുണ്ടാകുന്ന അസോസിയേഷനെ പറയുന്ന പേരാണ് മൈക്കോറൈസ. ദെൻ അടുത്ത ടോപ്പിക്ക് റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. 3 ടൈപ്പിൽ എന്താണ് ഫംഗസിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓരോന്നിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഫംഗസിൽ 3 തരത്തിൽ നടക്കുന്നുണ്ട്. ഫ്രാഗ്മെൻറ്റേഷൻ, ബൈനറി ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. മറന്നു പോവണ്ട, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ 3 ടൈപ്പിൽ നടക്കുന്നുണ്ട്. ഫ്രാഗ്മെൻറ്റേഷൻ, ബൈനറി ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മാറുകയാണെന്ന്, അല്ലേ? ഫംഗൽ ബോഡിയിൽ നിന്ന്
എന്തെങ്കിലും ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് അത് വേറെ ആയിട്ട് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഫംഗസ് ഫ്രാഗ്മെൻറ്റ്സിൽ നിന്ന് ന്യൂ വണ്ണിനെ ഉണ്ടാക്കുക എന്നുള്ള അത്രയും ആലോചിച്ചാൽ മതി. അതായത് നമ്മൾ നേരത്തെ ഹൈഫേ പഠിച്ചു, അതിലെ മൈസീലിയത്തിൻ്റെ ചെറിയൊരു പീസ് മാറി നിന്നിട്ട് അത് ചെറിയൊരു ഫ്രാഗ്മെൻറ്റ്സ്, അതായത് ചെറിയൊരു കുഞ്ഞു പീസ് മാറി നിന്നിട്ട് അതിൽ നിന്ന് വേറെ ഒരു ഫംഗസ് ഉണ്ടാകുന്നതിനാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിലെ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന സാധനം അങ്ങനെ ഉണ്ടാക്കുന്നതാണ്, ബൈ ബ്രേക്കിംഗ് ഓഫ് മൈസീലിയം. അടുത്തത് ബൈനറി ഫിഷൻ ആണ്. ബൈനറി ഫിഷൻ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തെങ്കിലും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നു, രണ്ടായി മാറുന്നു. പാരന്റൽ ബോഡി ഡിവൈഡ്സ് ഇൻടു 4 ഈക്വൽ ഹാഫ്സ് അല്ലേ, രണ്ടായിട്ട് അങ്ങ് മാറിയതിന് ശേഷം അത് രണ്ട് ഇൻഡിവിജ്വൽ ആകും, പിന്നെ ആ 2 4 ആകും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. ദെൻ ബഡ്ഡിങ് മോസ്റ്റ് ഓഫ് ദ ബഡ്ഡിങ് കണ്ടിട്ടുള്ളത് ഏതിലാണ്, ഈസ്റ്റിലാണ്. മുകുളങ്ങൾ വന്നിട്ട് അത് ഡിറ്റാച്ച് ചെയ്തു പോകുന്നു, അടുത്ത ഒരു ജീവി ഉണ്ടാകുന്നു. ഈസ്റ്റിൽ അങ്ങനെയാണ് ഉണ്ടാകുക. ഈസ്റ്റ് ആദ്യം ഒരു റൗണ്ട് ഷേപ്പിലാവും, പിന്നെ അതിന് മുകളിൽ ചെറിയൊരു ബഡ് പൊങ്ങും, പിന്നീട് ആ ബഡ് വലുതാകും. ഈ വലിയ ഈസ്റ്റിൽ നിന്ന് അതങ്ങ് ഡിറ്റാച്ച് ചെയ്തു പോകും. അപ്പോൾ ബഡ്ഡിങ്ങിന് എക്സാമ്പിൾ ചോദിച്ചാൽ അത് ഈസ്റ്റാണ്. അപ്പോൾ ബഡ്ഡിങ് നടക്കുന്നത് ഈസ്റ്റിലാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. Then the next topic is asexual reproduction. Asexual reproduction നടക്കുന്നത് ബൈ സ്പോർ ഫോർമേഷൻ എന്നാണ്. സ്പോർ ഫോം ചെയ്തിട്ടാണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടൈപ്സ് ഓഫ് സ്പോർസ് ഉണ്ട്. ആ 3 ടൈപ്സ് ഓഫ് സ്പോർസ് ആണ് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക്. കൊണീഡിയ, സ്പൊറാൻജിയോസ്പോർ ആൻഡ് സൂസ്പോർ. അതിലെ സ്പൊറാൻജിയോസ്പോർ എന്താണ്, നോൺ മോട്ടൈലാണ്, മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത സ്പോറാണ് സ്പൊറാൻജിയോസ്പോർ. സൂസ്പോർസ് എന്ന് പറഞ്ഞാൽ മോട്ടൈലാണ്, അതിന് ചലിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിച്ചു പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് സൂസ്പോറിന്. അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് സ്പോർ ഫോർമേഷനിലൂടെയാണ്. അതിന് 3 ടൈപ്പ് സ്പോർസിൻ്റെ പേര് പഠിച്ചിരിക്കണം. എന്താണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എന്ന് വെച്ചാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഇതുപോലെ 3 ടൈപ്പ് സ്പോർസ് ആണ്. അപ്പോൾ രണ്ടും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരരുത്. അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന 3 സ്പോർസ് ആണ് കൊണീഡിയ, സ്പൊറാൻജിയോസ്പോർ ആൻഡ് സൂസ്പോർ. ദെൻ നമ്മൾ നോക്കുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതും എന്താണ്, സ്പോർ ഫോർമേഷനിലൂടെയാണ്, പക്ഷേ വേറെ ടൈപ്പ് സ്പോർസ് ആണെന്ന് മാത്രം. അതിൽ പങ്കെടുക്കുന്ന 3 ടൈപ്സ് ഓഫ് സ്പോർസിൻ്റെ പേരാണ് കൊടുക്കുന്നത്, ഊസ്പോർ, ആസ്കോസ്പോർ ആൻഡ് ബസീഡിയോസ്പോർ. ഊസ്പോറും അസ്കോസ്പോറും ബസീഡിയോസ്പോറുമാണ് ഏത്, സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ അടുത്ത ജനറേഷനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അസെക്ഷുവൽ റീപ്രൊഡക്ഷനിലെ കൊണീഡിയ, സ്പൊറാൻജിയോസ്പോർ ആൻഡ് സൂസ്പോർ ആയിരുന്നു. ഇതിൽ വന്നപ്പോഴേക്കും സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ വന്നപ്പോഴേക്കും ഊസ്പോറും അസ്കോസ്പോറും ബസീഡിയോസ്പോറുമാണ് ഏത്, സെക്ഷുവൽ റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫംഗസിലുള്ളത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മറന്നു പോകണ്ട. 2ലും 3 സ്പോർസ് ആണ്. അത് 3ഉം വ്യത്യസ്തമാണ്. 3ഉം വ്യത്യസ്തമായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതുമാണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. ദെൻ നമുക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷനിലെ കുറച്ച് സ്റ്റെപ്സ് പഠിക്കണം. സ്റ്റെപ്സ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്ഷുവൽ റീപ്രൊഡക്ഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാസ്മോഗമിയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് കാരിയോഗമിയാണ്. തേർഡ് സ്റ്റെപ്പ് സൈഗോട്ട് ഫോർമേഷനാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ് പ്ലാസ്മോഗമി ഏത് കിങ്ഡത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിലെ ഫസ്റ്റ് സ്റ്റേജാണ് പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ഈ 3 സ്റ്റെപ്സ് കടന്നു കഴിയുമ്പോഴാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആകുന്നത്. പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് സൈഗോട്ട് ഫോർമേഷൻ. പ്ലാസ്മോഗമി എന്താണ്, കാരിയോഗമി എന്താണ്, സൈഗോട്ട് ഫോർമേഷൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ബിറ്റ്വീൻ 2 മോട്ടൈൽ ആൻഡ് നോട്ട് മോട്ടൈൽ ഗ്യാമീറ്റ്സ്. അതായത് പ്രോട്ടോപ്ലാസത്തിനെ ഫ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാസ്മോഗമി എന്ന് പറയുന്നത്. ആ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഫസ്റ്റ് സ്റ്റേജിൽ ആദ്യമായിട്ട് ഫംഗസിൽ എന്താണ് നടക്കുന്നത്, പ്രോട്ടോപ്ലാസത്തിൻ്റെ എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ആ ഫ്യൂഷനെ പറയുന്ന പേരാണ് പ്ലാസ്മോഗമി. ദെൻ പറയുന്നതാണ് കാരിയോഗമി. കാരിയോകൈനസിസ് ഒക്കെ നമുക്കറിയാം, ന്യൂക്ലിയസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ്. അപ്പോൾ കാരിയോഗമി എന്ന് പറയുമ്പോഴും ഓർത്ത് വെക്കുക അത് ന്യൂക്ലിയസുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത്. അപ്പോൾ കാരിയോഗമി എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷനെ പറയുന്ന പേരാണ് കാരിയോഗമി. ആദ്യം നമ്മൾ പഠിച്ചു പ്ലാസ്മോഗമി ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം, കാരിയോഗമി ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ്. അപ്പോൾ ആദ്യം പ്രോട്ടോപ്ലാസം ജോയിൻ ചെയ്തു,
ദെൻ ന്യൂക്ലിയസിനെ രണ്ടെണ്ണം യുണൈറ്റ് ചെയ്തു, ദെൻ സൈഗോട്ട് ഫോർമേഷൻ. പിന്നെ എന്താണ് നടക്കുക എന്ന് ഓൾറെഡി നമുക്കറിയാം അല്ലേ. സൈഗോട്ട് ഫോർമേഷൻ നടക്കും, മിയോസിസ് നടക്കും അല്ലേ. റിഡക്ഷൻ ഡിവിഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ എന്താണ്, പുതിയ സ്പോർസ് ഫോം ചെയ്യും, അത് ന്യൂ വൺസ് ആയിട്ട് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ചത് കിങ്ഡം ഫംഗസിനെ കുറിച്ചാണ്. ഇനിയും അതിൽ ടോപ്പിക്സ് ബാക്കി കിടക്കുന്നുണ്ട്. അത് അടുത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും പഠിക്കുക, കേട്ടിട്ട് നേടുക, HSC നേടുക. അപ്പോൾ അടുത്ത് നമ്മളുടെ നോട്ടിഫിക്കേഷൻ ഇറങ്ങാനായിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഹാർഡ്.